ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ച് 9 റെയിൽവേ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് വീഡിയോ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി പോയെന്നറിയാം. 2 ദിവസം മുമ്പേ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് വീഡിയോ ചെയ്യാനൊരു സമയം കിട്ടി. നമുക്ക് നോക്കാം. 2/2024 ഓൾറെഡി പറഞ്ഞതായിരുന്നു. 2/2024 നമ്മൾ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ. ഇത്തവണ റെയിൽവേയുടെ RRB അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റും അതേപോലെ ടെക്നീഷ്യനും രണ്ട് നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് ആണ് വിളിച്ചിരുന്നത്. കഴിഞ്ഞ തവണ റിക്രൂട്ട്മെൻറ്റിൽ രണ്ടിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത്തവണ രണ്ടും സെപ്പറേറ്റ് എക്സാമായിട്ട് നടത്താമെന്നവർ തീരുമാനിച്ചത്. അപ്പോൾ 2/2024 ഒരു ഷോർട്ട് നോട്ടീസിന് മുമ്പ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ റെയിൽവേ പബ്ലിഷ് ചെയ്തതാണ്. അത് പ്രകാരം ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ആപ്ലിക്കേഷൻ ഇന്ന് മുതൽ 9/3/2024 മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം ഏപ്രിൽ 8 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് 9/4/2024 മുതൽ 18/4/2024 വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനർത്ഥം ഏപ്രിൽ 18 ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ റെയിൽവേ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വാക്കൻസിയും നമ്മൾ മുമ്പ് കണ്ടതായിരുന്നു. ടെക്നീഷ്യൻ ഗ്രേഡ് 1 രണ്ട് പോസ്റ്റാണുള്ളത്. ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 5 ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 2 ആണ്. സാലറിയിലും നല്ല ഡിഫറൻസ് ഉണ്ട്. 10,000 രൂപയുടെ അടുത്ത് സാലറിയുടെ ഡിഫറൻസ് ഉണ്ട്. ബേസിക് പേയിലാണേ. അതനുസരിച്ചുള്ള അലവൻസുകളും മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 5 B1 സ്റ്റാൻഡേർഡ് വേണ്ട പോസ്റ്റാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് ഓരോ പോസ്റ്റിനും അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 വർഷം കൊറോണയുടെ ഒരു റിലാക്സേഷൻ ഉൾപ്പെടെ 36 വയസ്സ് വരെയാണ് റെയിൽവേ ഇത്തവണ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻസിന് ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. മൊത്തം 9,000 വേക്കൻസി ഉണ്ട്. 2 കാറ്റഗറിയിലും കൂടി ആയിട്ട് 9,000 വേക്കൻസി ഉണ്ട്. 9,144 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി. അപ്പോൾ വേക്കൻസി എന്തുകൊണ്ട് ഇത്ര കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ മുമ്പ് ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇനി മുതൽ ഓരോ വർഷവും റെയിൽവേ അത് പ്രകാരം നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ചെയ്യും എന്നുള്ള ഒരു സൂചന അതിൽ നിന്ന് തന്നതുകൊണ്ടായിരിക്കാം ഇത്തവണ ഇത്രയും വേക്കൻസി കുറഞ്ഞത്. അപ്പോൾ സോൺ വൈസ് RRB വൈസ് വേക്കൻസികളെല്ലാം നമുക്ക് വരാം. അതിനു മുമ്പേ ബാക്കി ഞാൻ ഇത് ALP വീഡിയോ ചെയ്ത പോലെ വളരെ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്നില്ല. കാരണം കുറേ കാര്യങ്ങൾ കോമൺ ആണ്. അതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം ഒരു വാക്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു പോവാണ്. നിങ്ങൾ ഇപ്പോൾ റിസൾട്ട് വെയിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ കയ്യിലൊരു ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ BTech സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ കാൻഡിഡേറ്റ്സിന് കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ല. വിച്ച് മീൻ നിങ്ങൾക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഓരോ പോസ്റ്റിനും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്, അത് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് 36 പറഞ്ഞു. ഇനി ഒരു RRBയിലേക്ക് ഒരു ലെവലിലേക്ക് ഒരു പോസ്റ്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ക്യാൻ ചൂസ് ഓൺലി 1 RRB ഇൻ എ പേ ലെവൽ and indicate their performance for RRB railway zones and post categories notified for which the candidate is interested to apply are eligible in that chosen RRB only. ആ RRBയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേ RRBയിൽ തന്നെ 2 പേ ലെവലും നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ഇനി ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സൈറ്റിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇമെയിൽ ID വേണം, സ്വന്തമായിട്ടൊരു മൊബൈൽ നമ്പർ വേണം. ഇത് രണ്ടും വെരിഫിക്കേഷന് ചെയ്തതിന് ശേഷമായിരിക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ ഇമെയിൽ ID അല്ലെങ്കിൽ ഈ മൊബൈൽ നമ്പറിൽ കൂടെ ആയിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, റെയിൽവേയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഫുള്ള് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ALP പോലെ തന്നെയാണ്. അതായത് ഒരു കോമൺ എക്സാമിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇതിന് ഉള്ളത്. ഒരു ഫോട്ടോയുടെ ക്രൈറ്റീരിയ, അതേപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ ക്രൈറ്റീരിയ, എക്സാമിൻ്റെ എന്തൊക്കെ കൊണ്ടുപോകാൻ പാടുണ്ട്, എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല, അതേപോലെ തന്നെ SC/ST കാൻഡിഡേറ്റിനുള്ള ട്രാവൽ ഫെസിലിറ്റി, ഇതൊക്കെ റെയിൽവേ നമ്മൾ നോർമലി മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്നും അതേപോലെ തന്നെയാണ് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോസ്റ്റിങ്ങുകളുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്.
അപ്പോൾ നമ്മൾ 3 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ടെക്നീഷ്യൻ ഉള്ളത്. ALP പറഞ്ഞ സമയത്ത് ALPയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിരുന്നു, A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിരുന്നു. പക്ഷേ A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് ടെക്നീഷ്യൻ ആവശ്യമില്ല. A3, B1, B2 ഈ 3 കാറ്റഗറിയിലാണ് നമുക്ക് ടെക്നീഷ്യൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാറ്റഗറിയിൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. PWD കാൻഡിഡേറ്റ്സ് ആവരുത്, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന ഒറ്റ വാക്കിലുള്ള ഫിറ്റ്നസ്സാണ്. ഇനി A3 എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റ് വിഷൻ 6/9 6/9. A1 എന്ന് പറഞ്ഞാൽ 6/6 6/6 ആയിരുന്നു. ഇത് 6/9 6/9. നിയറസ്റ്റ് വിഷൻ 0.6 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. അതായത് നിങ്ങൾ ഗ്ലാസ് വയ്ക്കുന്ന ആളാണ്, ലെൻസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ 6/9 6/9 വിഷൻ ഉണ്ടായിരിക്കണം, ഡിസ്റ്റൻറ്റ് വിഷൻ ഉണ്ടായിരിക്കണം, നിയറസ്റ്റ് വിഷൻ 0.6 0.6 ഉണ്ടായിരിക്കണം. നിങ്ങൾ ഗ്ലാസ് വയ്ക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ALP സംബന്ധിച്ചിടത്തോളം ഗ്ലാസ് ഇല്ലാതെയാണ് 6/6 എന്ന് പറയുന്ന വിഷൻ നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഈ മെഡിക്കൽ കാറ്റഗറിക്ക് ഉണ്ട്. അതേപോലെ തന്നെ കളർ വിഷന്, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ ടെസ്റ്റുകളെല്ലാം പാസ്സായിരിക്കണം. അതാണ് A3. ഇനി B1ലേക്ക് വരുന്ന സമയത്ത് കണ്ണിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ റിലാക്സേഷൻ കിട്ടും. 6/9 6/12 ആണ് നിയറസ്റ്റ് ഡിസ്റ്റൻറ്റ് വിഷൻ, 0.6 0.6 തന്നെയാണ് നിയറസ്റ്റ് വിഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. അതേപോലെ ഡിസ്റ്റൻറ്റ് വിഷൻ എന്ന് പറയുന്നത് B2 കാറ്റഗറിയിൽ വരുമ്പോൾ 6/9 6/12 ആണ്. ഇനി ഇതിനകത്ത് ഓരോന്നിനും പവർ ലെൻസിൻ്റെ ലിമിറ്റേഷൻ പറയുന്നുണ്ട്. A3 ആണെങ്കിൽ പവർ ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് 2Dക്ക് മേലെ പോകാൻ പാടില്ല. B1 ആണെങ്കിൽ അത് 4Dക്ക് മേലെ പോകാൻ പാടില്ല. B2 ആണെങ്കിലും അത് 4Dക്ക് മേലെ പോകാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമൊന്നും വേണ്ട. നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഒപ്റ്റോമെട്രിസ്റ്റിനെ പോയി കണ്ടിട്ട് ഈ പറഞ്ഞ ഇത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഡിസ്റ്റൻറ്റ് വിഷൻ എത്രയാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ നിയറസ്റ്റ് വിഷൻ എത്രയാണ്, നിങ്ങളുടെ കണ്ണടയുടെ പവർ എത്രയാണ്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാൽ മതി. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നോർമലി കളർ വിഷനും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇത് പ്രകാരം നിങ്ങളുടെ നിയറസ്റ്റ് വിഷൻ്റെയും ഡിസ്റ്റൻറ്റ് വിഷൻ്റെയും ലെങ്ത് എത്രയാണ്, 6/9 6/9 ഉണ്ടോ, 6/12 ആണോ, 6/9 6/12 ആണോ, അതല്ല നിങ്ങളുടെ പവറിൻ്റെ ലെൻസിൻ്റെ പവർ എത്രയാണ്, ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിച്ചിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏതാണ് എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇതൊരു ലേസിക് സർജറി, കാൻഡിഡേറ്റ്സ് ഹു ആർ അണ്ടർഗോൺ ലാസിക് സർജറി ഓർ എനി അതർ സർജിക്കൽ പ്രൊസീജിയർ ടു കറക്റ്റ് റിഫ്രാക്ടറി എറർ ആർ നോട്ട് എലിജിബിൾ ഫോർ ദ പോസ്റ്റ് ദാർ റിക്വയർഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3. A3ക്ക് മാത്രമേ അത് പറയുന്നുള്ളൂ. A3 കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ലേസിക് സർജറി ഒന്നും ചെയ്ത ആളായിരിക്കരുത്. ക്ലിയർ. ഇനി ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു. ഏജ് ലിമിറ്റ് സാധാരണ എല്ലാ എക്സാമുകൾക്കും ഉള്ളതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സും OBC കാൻഡിഡേറ്റ്സിന് 3 ഇയേഴ്സും അതേപോലെ മറ്റുള്ള കാൻഡിഡേറ്റ്സിന് അതനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ആസ് പെർ ഗവൺമെൻറ് റൂൾ കിട്ടുന്നതായിരിക്കും. ദെൻ അത് രണ്ടിൻ്റെയും മിനിമം ഏജ് പറഞ്ഞിട്ടുണ്ട്. അൺറിസർവ്ഡ് ആണെങ്കിൽ 1988-നും 2006-നും ഇടയിൽ ജനിച്ച ആളായിരിക്കണം. OBC ആണെങ്കിൽ 1985-നും 2006-നും, SC/ST ആണെങ്കിൽ 1983 2006. ഇങ്ങനെ ഈ 2 കാറ്റഗറിയിൽ പെടുന്ന ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കണം എന്നാണ് പറയുന്നത് ഏജിൻ്റെ കേസിൽ. അതായത് നിങ്ങൾ 36 വയസ്സിന് മേലെയാവാൻ പാടില്ല. അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെയാണ്. 500 രൂപ, 250 രൂപ ഗേൾസിന്, അതേപോലെ തന്നെ SC/ST സർവീസ്മെൻ, ട്രാൻസ്ജെൻഡേഴ്സ്, മൈനോറിറ്റീസ്, EBC കാറ്റഗറീസിനൊക്കെ 250 ആണ്. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യാം. ആ സമയത്ത് നിങ്ങളുടെ IFSC കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പറും കൊടുക്കണം. ആ അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, റീഫണ്ട് വരുന്നത്. ഇനി റിസർവേഷനുള്ള കാൻഡിഡേറ്റ്സ് OBC ആണ്, അതല്ലെങ്കിൽ EWS ആണ്, അല്ലെങ്കിൽ മറ്റ് റിസർവേഷനുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഉള്ള സർട്ടിഫിക്കറ്റ് അത് കയ്യിൽ തന്നെ വെക്കുകയും വേണം. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് അതേ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അറ്റ് പ്രസൻ്റ് ഉള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. ഓൾറെഡി നിങ്ങൾ ALP അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ ALP അപ്ലൈ ചെയ്ത സമയത്ത് അതിനുവേണ്ടി എടുത്തിട്ടുണ്ടാവും. അതല്ല നിങ്ങൾ ഫ്രഷ് ആയിട്ട് ടെക്നീഷ്യൻ മാത്രം അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ അക്ഷയ വഴി ഒരു തഹസിൽദാറിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൽ നിന്നോ, അതായത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിനാണെന്ന് അക്ഷയയിൽ നിങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അപ്ലിക്കേഷൻ ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും നിങ്ങൾ അക്ഷയയിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾ തഹസിൽദാരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കണം. അവരുടെ അടുത്ത് കൃത്യമായി പറയണം സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിനാണ്, തഹസിൽദാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വേണം എന്നുള്ളത്.
ഇനി ഇതേ കാറ്റഗറിയിൽ ഇതിൻ്റെ കൂടെ ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് OBC-കാർക്ക്. അതേപോലെ തന്നെ ഓരോ റിസർവേഷൻ കാറ്റഗറിക്ക് അതിൻ്റേതായിട്ടുള്ള ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതേ ഫോർമാറ്റിൽ തന്നെ വരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ വഴി ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം വാലിഡ് ആണ്. അത് ഇൻവാലിഡ് ഒന്നുമല്ല. നിങ്ങൾക്ക് അത് തന്നെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും ജനറലായിട്ട് മുമ്പ് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇതിൻ്റെ എക്സാം പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് CBT എക്സാമാണ് ഇതിനകത്തുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ. ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. 3 സ്റ്റെപ്പ്. ഇപ്പോൾ 2 പേ ഉണ്ട്. പേ ലെവൽ 5-നും അതേപോലെ തന്നെ പേ ലെവൽ 3 ടെക്നീഷ്യൻ 1-നും ടെക്നീഷ്യൻ 3-ക്കും അതേപോലെ 2-നും 2 സിലബസാണ് എക്സാമിന് വരുന്നത്. ടെക്നീഷ്യൻ 1-ൻ്റെ സിലബസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ജനറൽ അവയർനെസ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ്, മാത്തമാറ്റിക്സ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇങ്ങനെ 5 സബ്ജക്റ്റുകളിലായിട്ട് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് 10 മാർക്ക്, റീസണിങ് 15 മാർക്ക്, കമ്പ്യൂട്ടർ 20 മാർക്ക്, മാത്തമാറ്റിക്സ് 20 മാർക്ക്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്കിലാണ് CBT എക്സാം ഉണ്ടാവുക. ഈ CBT എക്സാമിന് ഓരോരുത്തർക്കും ഉള്ള മിനിമം പെർസെൻറ്റേജും പറഞ്ഞിട്ടുണ്ട്. 40% EWS ആൻഡ് അൺറിസർവ്ഡ്, OBC 30%, 30% SC, 25% ST. അപ്പോൾ ഇതിനർത്ഥം നിങ്ങൾക്ക് ഇത്രയും മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുമെന്നല്ല. എത്രയാണോ മാർക്ക് സ്കോർ ചെയ്യുന്നത്, എത്രയാണോ വാക്കൻസി, അതനുസരിച്ചായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള പ്രൊസീജിയറിലേക്ക് വരുന്നത്. അതായത് എത്രയാണോ നിങ്ങളുടെ മാർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. മാർക്ക് അനുസരിച്ച് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മെഡിക്കൽ എക്സാമിനേഷൻ പോകും. അപ്പോൾ ഈ എക്സാമിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് മാത്രമാണ് ഈ 40% എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള പെർസെൻറ്റേജ് അല്ല. അത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഗ്രേഡ് ലെവൽ 2-ലുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3 കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് സബ്ജക്റ്റുകളുടെ എണ്ണം 4 ആയിട്ട് ചുരുങ്ങും. മാത്സ് 25 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് റീസണിങ് 25 മാർക്ക്, ജനറൽ സയൻസ് 40 മാർക്ക്, ജനറൽ അവയർനെസ് 10 മാർക്ക്. അപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്നും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഈ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ലെവൽ 3-ക്ക് കമ്പ്യൂട്ടർ ഇല്ല. പകരം ഈ 4 സബ്ജക്റ്റുകളിലേക്കായിട്ട് 100 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പോകും. ഇവിടെയും അതേപോലെ തന്നെയാണ് അതിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. ഇനി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഈ എക്സാമിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ അനുസരിച്ച് വാക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വിളിക്കും. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് എന്തൊക്കെ അപ്ലോഡ് ചെയ്തോ അതെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. എസ്പെഷ്യലി റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെ അപ്പോൾ നിങ്ങൾ കാണിക്കേണ്ടി വരും. ഇനി ഞാൻ ALP പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. നിങ്ങൾ എക്സാമിന് എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ഹാൾ ടിക്കറ്റ് തരും. ആ ഹാൾ ടിക്കറ്റിൻ്റെ ഹാഫ് പോർഷൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ഒരു ഹാൾ ടിക്കറ്റിൽ ഒരു ഫുൾ പേജിൽ ഹാഫ് പോർഷൻ നിങ്ങൾക്ക് തിരിച്ചു തരികയാണ് സാധാരണ ചെയ്യാറുള്ളത്. ആ ഹാഫ് പോർഷൻ എക്സാം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ആരും എടുത്ത് കളയരുത്. ആ ഹാഫ് പോർഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കണം. കാരണം അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് പോർഷനിൽ നിങ്ങളൊരു ഹാൻഡ് റൈറ്റിങ്ങിൽ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എഴുതിയിട്ടുണ്ടാവും. ഇത് രണ്ടും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എക്സാം എഴുതിയ ഹാൾ ടിക്കറ്റിൻ്റെ അതിലൊരു സീലടിച്ച് തരും. അതിലൊരു ഹാഫ് പോർഷൻ നിങ്ങളുടെ കയ്യിൽ തരും. ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിയുന്നത് വരെ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിയുന്നത് വരെ നിങ്ങൾ ആ ഒരു ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ, അതേ ഫോട്ടോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഒരേ ഫോട്ടോ തന്നെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ് ടു ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. എപ്പോഴാണോ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിയുന്നത് അതുവരെയുള്ള മുഴുവൻ സ്റ്റെപ്പിലും ഒരേ ഫോട്ടോ തന്നെ കൊടുക്കണം. 2 ഫോട്ടോയോ 2 സൈനോ വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അത്തരം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കുക. ഇനി അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾ RRBയുടെ സൈറ്റിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. ആ ഓൺലൈൻ ആപ്ലിക്കേഷൻസിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, നോർമലി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സൈൻ അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഫീസും അടച്ച് സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെ മൊത്തം RRBകൾ, അതായത് അതേ RRBകൾ, ഏത് RRBയിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ RRBയുടെ സൈറ്റിൽ പോയി കണ്ട് ഓൺലൈൻ ത്രൂ ചെയ്യുക. എല്ലാം ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടെ ആ RRB പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു RRB പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടും. ഏതെങ്കിലും ഒരു RRBയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. RRBയുടെ ഒഫീഷ്യൽ സൈറ്റിലൂടെ മാത്രമേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പാടുള്ളൂ. പുറത്ത് ഒരുപാട് സ്കാമുകൾ, ഒരുപാട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ റെയിൽവേ റിക്രൂട്ട്മെൻറ്റുമായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സമയത്ത് കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ID യും വെച്ച് തന്നെയായിരിക്കും ഉണ്ടാവുക.
ഇനി നിങ്ങളുടെ എക്സാമിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് കോമൺ ലാംഗ്വേജ്. ഇംഗ്ലീഷിന് പുറമെ നിങ്ങൾക്ക് മറ്റ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. അതിന് പുറമെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിന് പുറമെ വേറൊരു ലാംഗ്വേജും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം ചൂസ് ചെയ്യാം. അതല്ല വേറെ ഏതെങ്കിലും തമിഴാണെങ്കിൽ തമിഴ് യൂസ് ചെയ്യാം, കന്നഡയാണെങ്കിൽ കന്നഡ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജും കൂടെ ചൂസ് ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസോ എന്തെങ്കിലും കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ RRB അത് ഇംഗ്ലീഷിൽ എന്താണോ ക്വസ്റ്റ്യൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ ഡിസിഷൻ എടുക്കുക. അപ്പോൾ കാരണം നോർമലി ഇത്തരത്തിലുള്ള ഓൺലൈൻ എക്സാമുകൾ അല്ലെങ്കിൽ CBT എക്സാമുകളുടെ പാറ്റേൺ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ടൂൾസൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ ചില വാക്കുകളിലൊക്കെ അർത്ഥം ചില വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ട് അവർ എടുക്കുക. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് എല്ലാം ചെയ്യുക. ആപ്ലിക്കേഷൻസിൽ തെറ്റും കാര്യങ്ങളൊന്നും വരുത്താതിരിക്കുക. കാരണം തെറ്റെല്ലാം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ കറക്ഷൻസിനും അതിൻ്റേതായിട്ടുള്ള ഫീസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 സ്റ്റേജ് പറഞ്ഞിരുന്നു. CBT, അതേപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇങ്ങനെ 3 സ്റ്റേജിലായിട്ടാണ് നമ്മളുടെ ഇത് നടക്കുക. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണെന്നും ഏതൊക്കെ പോസ്റ്റുകളാണുള്ളതെന്നും അതിൻ്റെ ക്വാളിഫിക്കേഷൻസും അതിനെപ്പറ്റിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ ഫസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ. റെയിൽവേ സംബന്ധിച്ചിടത്തോളം റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് സിഗ്നലാണ്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ടെക്നീഷ്യൻ ഗ്രേഡാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണ് ജോലി ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെയിൽവേയുടെ സിഗ്നലിംഗ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റലേഷന്, സിഗ്നലിംഗ് സിസ്റ്റത്തിൻ്റെ റിപ്പയറിങ്, സിഗ്നലിംഗ് സിസ്റ്റത്തിൻ്റെ മോണിറ്ററിങ്, അതിൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ടെസ്റ്റിങ്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ജോബുകളാണ് നിങ്ങൾക്ക് അതിനായിട്ട് ഉണ്ടാവുക. റെയിൽവേയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് S&T ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ S&T ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടിയ ജോലിയാണ്. അതുകൊണ്ടാണ് ലെവൽ 5 അത്തരത്തിലുള്ള ടെക്നീഷ്യന് ലെവൽ 5 തന്നെ സാലറി കൊടുക്കുന്നത്. അതനുസരിച്ചുള്ള ടെക്നീഷ്യൻ അത്രയനുസരിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അതിന് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതിനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു റെയിൽവേ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്സിഡൻറ്റ് നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ ആക്സിഡൻറ്റിൽ സിഗ്നലിംഗ് സംവിധാനത്തിൽ വന്ന പിഴവ് കൊണ്ടാണ് ലോക്കോ പൈലറ്റിനെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ടുള്ള, അതായത് ലോക്കോ പൈലറ്റിന് ട്രെയിൻ ഓടിക്കാനുള്ള സിഗ്നൽ കിട്ടുകയും ആക്ച്വലി കൊടുത്ത സിഗ്നൽ സ്റ്റോപ്പ് സിഗ്നൽ ആയിരുന്നെങ്കിൽ കൂടെ ലോക്കോ പൈലറ്റിന് അല്ലെങ്കിൽ സിഗ്നലിംഗ് പോസ്റ്റിൽ കിട്ടിയത് ഗ്രീൻ ലൈറ്റ് ആയതുകൊണ്ടായിരുന്നു അന്ന് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അത്തരത്തിലുള്ള സിഗ്നലിംഗ് സംവിധാനം ചെയ്യുന്നത് ഈ ടെക്നീഷ്യൻസ് ആണ്. അത് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ജൂനിയർ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി SSCമാരുണ്ടാവും, അതിൻ്റെ മേലെ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടാവും. ആക്ച്വലി ഈ വയറിങ്ങുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യൻ്റെ സിഗ്നലുമായി ബന്ധപ്പെട്ട വയറിങ്ങുകൾ, അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യുന്നത് ടെക്നീഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ലെവൽ 5 ആണ് സിഗ്നൽ S&T ടെക്നീഷ്യൻ്റെ ലെവൽ എന്ന് പറയുന്നത്. 29,000 രൂപയാണ് ബേസിക് പേ. ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് സയൻസ്, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെൻറ്റേഷൻ, അതേപോലെ തന്നെ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇതിലുള്ള BTech ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ, ഇതിലേതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്കുള്ള 3 വർഷത്തെ ഡിപ്ലോമ, അതല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി ഈ പറഞ്ഞ സ്ട്രീമിൽ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഈ കാറ്റഗറിയിൽപ്പെട്ട ഡിപ്ലോമയോ അല്ലെങ്കിൽ BTechോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ടെക്നീഷ്യൻ ലെവൽ 1 എന്ന് പറയുന്നത് ഇത് ITക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അല്ല. അപ്പോൾ ഇത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B1 സ്റ്റാൻഡേർഡ് ആണ്. എന്താണ് നമ്മൾ മേലെ പറഞ്ഞിരുന്നത്, B1 സ്റ്റാൻഡേർഡ് ആണ്. അത്യാവശ്യം നല്ല പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഒരു റെസ്പോൺസിബിലിറ്റിയെ പഠിച്ച് പേടിക്കൊന്നും വേണ്ട, അത്യാവശ്യം നല്ല പോസ്റ്റ് തന്നെയാണ്. ഇതിനെല്ലാം ടെസ്റ്റിംഗ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. റെയിൽവേയിൽ ഒരു ആക്സിഡന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ പോരാ. ഒരു ആക്സിഡന്റ് റെയിൽവേയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 പേര് ഒരുമിച്ച് മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ മാത്രമേ റെയിൽവേയിൽ ഒരു ആക്സിഡന്റ് വരുള്ളൂ. അല്ലാതെ ഒരാൾ മിസ്റ്റേക്ക് ചെയ്താൽ അയാളുടെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ അടുത്ത വേറെ ഒരാളുണ്ട്. ആ കണ്ടുപിടിക്കേണ്ട ആളും അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആളും കൂടെ മിസ്റ്റേക്ക് കാണിക്കുമ്പോഴേ വീണ്ടും പ്രശ്നം. അതെങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ലൂപ്പുകളുണ്ട്. ആ എല്ലാവരും ഒരുമിച്ച് മിസ്റ്റേക്ക് കാണിക്കുമ്പോഴേ റെയിൽവേയിൽ ഒരു ആക്സിഡന്റ് വരുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേയിൽ ആക്സിഡന്റ് വളരെ കുറവും സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റെസ്പോൺസിബിലിറ്റിയെ പറ്റി ആരും പേടിക്കൊന്നും വേണ്ട. നല്ല ഒരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത് S&T.
ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ബ്ലാക്ക് സ്മിത്ത്. ടെക്നീഷ്യൻ ഗ്രേഡ് ടു ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി അങ്ങോട്ട് ഗ്രേഡ് 3 ആണ്, നമ്മുടെ IT ലെവൽ പോസ്റ്റുകളാണ്. ഒന്ന് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. ബ്ലാക്ക് സ്മിത്ത് ട്രേഡ്, നിങ്ങൾക്ക് എല്ലാവരും ബ്ലാക്ക് സ്മിത്ത് ട്രേഡ് ഒരു പക്ഷേ നിങ്ങൾ ബ്ലാക്ക് സ്മിത്ത് ട്രേഡ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിന് വേണ്ടത് മിനിമം മെട്രിക്കുലേഷൻ പ്ലസ് ITI, NCVT ട്രേഡ്, ഫോർജർ, ഹീറ്റ് ട്രാൻസ്ഫർ, ഫൗണ്ടറിമാൻ, പാറ്റേൺ മേക്കർ, മൗൾഡർ. റെഡി. ഈ പറഞ്ഞ അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്തുമായി ഇക്വലന്റ് ആയിട്ട് വരുന്ന പോസ്റ്റുകൾക്ക് മാത്രമേ, ഇക്വലന്റ് വരുന്ന സ്ട്രീമിലുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ബ്ലാക്ക് സ്മിത്തിന്റെ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേയിൽ പ്രധാനപ്പെട്ട ബ്ലാക്ക് സ്മിത്തിന്റെ ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഷെഡുകളിൽ, അതേപോലെ തന്നെ വർക്ക്ഷോപ്പുകളിൽ, അവിടെയൊക്കെ ബ്ലാക്ക് സ്മിത്തിന്റെ ജോലിയാണ് സാധാരണ ഈ ഒരു പോസ്റ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക. ഷെഡുകൾ അല്ലെങ്കിൽ ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസ്, അതിന്റെ പ്രിപ്പറേഷന്, കോച്ച് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, കോച്ചിന്റെ മെയിൻ്റനൻസ് എടുക്കുന്ന സ്ഥലങ്ങൾ, വാഗന്റെ വർക്ക്ഷോപ്പുകൾ, ഇവിടെയൊക്കെ വർക്ക്ഷോപ്പുകളിലൊക്കെയാണ് ഈ ബ്ലാക്ക് സ്മിത്തിന്റെ പോസ്റ്റ് സാധാരണ വരാറുള്ളത്. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് സിവിൽ ആയി ബന്ധപ്പെട്ടതാണ്. ഇൻ ദ ട്രേഡ് ഓഫ് ഫിറ്റർ അല്ലെങ്കിൽ ഫിറ്റർ, വെൽഡർ പോലെയുള്ള സർട്ടിഫിക്കറ്റിൽ, അതായത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ട്രേഡുകളുണ്ട്. ബ്രിഡ്ജ്, ഫിറ്റർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫിറ്റർ, അതല്ലെങ്കിൽ വെൽഡർ. ഇത് ഒരു സിവിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യനാണ്. ഈ ബ്രിഡ്ജ്, റെയിൽവേ ബ്രിഡ്ജ് അതുമായി ബന്ധപ്പെട്ട് നോർമലി ഫിറ്റിംഗ് അല്ലെങ്കിൽ വെൽഡിംഗ് പോസ്റ്റുകൾ കാറ്റഗറിയിലുള്ള ആളുകളാണ് അവിടെ കിട്ടുന്നത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് ടു C&W, കാരേജ് ആൻഡ് വാഗൺ, അല്ലെങ്കിൽ സിംപ്ലി C&W എന്ന് പറയും. കാരേജ് ആൻഡ് വാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ കോച്ചുമായി ബന്ധപ്പെട്ട ഫീൽഡാണ്, അല്ലെങ്കിൽ കോച്ചുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് കാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്നത്. അതായത് പാസഞ്ചർ കോച്ച് അല്ലെങ്കിൽ ഗുഡ്സ് വാഗൺ, ഇതിന്റെ മെയിൻ്റനൻസ്, ഇതിന്റെ റിപ്പയറിങ്, അതിന്റെ മാനുഫാക്ചറിങ്, ഇതൊക്കെയാണ് കാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയും വേണ്ടത് കാരേജ് ആൻഡ് വാഗൺ, നമ്മളെ ഈ കാരേജ് അല്ലെങ്കിൽ വാഗൺ പോലെയുള്ള അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ ബന്ധപ്പെടുന്ന മെറ്റൽ കാര്യങ്ങളാണ്. അതായത് മെക്കാനിക്കൽ ട്രേഡുകളാണ്. ഫിറ്റിംഗ്, വെൽഡിങ്, കാർപ്പൻട്രി, പ്ലംബർ, പൈപ്പ് ഫിറ്റർ, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ട്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് പൈപ്പ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കുകൾ വരുന്നുണ്ട്. ഇതൊക്കെ C&W വരുന്ന ടെക്നീഷ്യൻസ് ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ കഴിഞ്ഞ ആളുകൾക്കും അവിടെ പോസ്റ്റിംഗ് കിട്ടിയേക്കാം, അത് വേറെ വരുന്നുണ്ട്. C&W ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിയേക്കാം. നോർമലി ഈ കാരേജ് ആൻഡ് വാഗൺ ടെക്നീഷ്യനിൽ പറയുന്നത് ഒന്നെങ്കിൽ ഫിറ്റർ ആവണം, അല്ലെങ്കിൽ കാർപ്പൻറ്റർ ആവണം, അല്ലെങ്കിൽ വെൽഡർ ആവണം, അല്ലെങ്കിൽ പ്ലംബർ ആവണം, അല്ലെങ്കിൽ പൈപ്പ് ഫിറ്റർ ആവണം. ഇതിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ITയിലുള്ള ട്രേഡിലുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം. അടുത്തത് ക്രെയിൻ ഡ്രൈവർ. ക്രെയിൻ ഡ്രൈവർ എന്ന് പറയുന്നത് നോർമലി ഇതും രണ്ട് രീതിയിലാണ് ക്രെയിൻ ഡ്രൈവേഴ്സ് ഉണ്ടാവുക. റെയിൽവേക്ക് ഈ കാരേജ് ആൻഡ് വാഗണിന്റെ ഒക്കെ വർക്ക്ഷോപ്പുകൾ, ഷെഡുകൾ, ലോക്കുമായി ബന്ധപ്പെട്ട ഷെഡുകൾ, കാരേജ് ആൻഡ് വാഗൺ വർക്ക്ഷോപ്പുകൾ ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഹെവി ക്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഒക്കെ എന്താ പറയാ മൂവ്മെന്റ് നടത്തുന്നത്. അപ്പൊ അവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്രെയിൻ ഓപ്പറേറ്റർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. അതല്ലെങ്കിൽ മൂവബിൾ ക്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ട്രെയിൻ ഉണ്ട്. അതായത് ഈ സ്ലീപ്പേഴ്സ്, നിങ്ങൾ ഒരു പക്ഷെ നിങ്ങൾ റെയിൽവേയുടെ സ്ലീപ്പേഴ്സ് അല്ലെങ്കിൽ റെയിൽ ഇതെല്ലാം നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ഇതെല്ലാം ഇപ്പോൾ മാനുവലി അല്ല ചെയ്യുന്നത്. മുമ്പ് ഇതെല്ലാം ഖലാസിമാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഖലാസിമാരുണ്ടെങ്കിൽ കൂടെ നമുക്ക് കുറച്ചും കൂടെ ക്രെയിനും JCB ഒക്കെ പോലെയുള്ള മെഷീനറീസ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേക്ക് മൂവബിൾ ആയിട്ടുള്ള ക്രെയിനും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ മൂവബിൾ ആയിട്ടുള്ള ക്രെയിനോ അല്ലെങ്കിൽ ഷെഡുകളോ വർക്ക്ഷോപ്പുകളിലോ ഉള്ള ക്രെയിൻ സിസ്റ്റം ഓപ്പറേറ്റർ ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ക്രെയിൻ ഡ്രൈവർ എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് കം ഓപ്പറേറ്റർ, ക്രെയിൻ ഓപ്പറേറ്റർ, ലോക്കോമോട്ടീവ് ഓപ്പറേറ്റർ, ലെയിൻ ക്രെയിൻ, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ട്രേഡിലുള്ള ITI ആണ് വേണ്ടത്. ഞാനത് ഓരോന്നിന്റെയും കാറ്റഗറി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI നിങ്ങൾക്ക് വേണം. ഇനി അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഡീസൽ ഇലക്ട്രിക്. ഡീസൽ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് ലോക്കോ ഷെഡുകളിൽ ഡീസൽ ലോക്കോമോട്ടീവ് ആയിക്കോട്ടെ, ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ആയിക്കോട്ടെ, ലോക്കോ ഷെഡുകളിൽ ഇപ്പൊ ഡീസൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ഡീസൽ ലോക്കോമോട്ടീവിൽ അതിനകത്ത് ഓട്ടോ ഇലക്ട്രിക്കൽ പാർട്ടുകളുണ്ട്. അതല്ലെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഡീസലിന്റെ ഇലക്ട്രിക്കൽ വരുന്ന വേറൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ ട്രെയിനിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഓരോ ജനറേറ്റർ കാറുകൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഒരു ടെക്നീഷ്യൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം അതിനകത്തുള്ള ഒരു ടെക്നീഷ്യനാണ് ആ ജനറേറ്ററിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വരുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഡീസലാണ്, ഡീസൽ ഇലക്ട്രിക്. അതായത് MG സെറ്റ്, അതേപോലെ ഡീസൽ ഓട്ടോ ഇലക്ട്രിക് പോലെയുള്ള ബന്ധപ്പെട്ട് വരുന്ന മേഖലകൾ ഒന്നുകിൽ ഷെഡിലായിരിക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ പവർ കാറുകളിലായിരിക്കാം.
അപ്പോൾ അതിന് വേണ്ടത് നിങ്ങൾക്ക് NCVT, SCVT, IT, NTC ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ഇലക്ട്രീഷ്യന്, ഓട്ടോ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, വയർമാൻ, ഇലക്ട്രോണിക് മെക്കാനിക്, പവർ ഇലക്ട്രോണിക്സ് ഏതെങ്കിലും ഒരു ട്രേഡിലുള്ള IT, ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട IT. അടുത്ത ടെക്നീഷ്യൻ ഗ്രേഡ് 3 മെക്കാനിക്കൽ ആണ്, ഡീസൽ മെക്കാനിക്കൽ ആണ്. അതായത് ഡീസൽ മെക്കാനിക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഷെഡുമായി ബന്ധപ്പെട്ടതാണ് ഇത്. ഷെഡിലെ ഡീസൽ ലോക്കോമായി ബന്ധപ്പെട്ട് ഡീസൽ ലോക്കോ മെക്കാനിക്, അതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 വരുന്നത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ പ്യുവർ. ഇത് പ്യുവർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് നമ്മളുടെ കോച്ചിലെ ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ട്രെയിനകത്ത് നിങ്ങൾക്ക് ലൈറ്റ്, ഫാന്, അതിന്റെ ടെക്നീഷ്യന്, അതേപോലെ തന്നെ റെയിൽവേയുടെ ബിൽഡിങ്ങുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഓഫീസുകൾ, അവിടെയൊക്കെയുള്ള ടെക്നീഷ്യൻസിനെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് ഒന്നെങ്കിൽ ഷെഡിലുള്ള ലോക്കുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ പവർ കാറുമായി ബന്ധപ്പെട്ട്. ഇത് കോച്ചിലുള്ള ഇലക്ട്രിക്കൽ, അതേപോലെ തന്നെ നമ്മളുടെ ഇലക്ട്രിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനകത്തുള്ള ബിൽഡിങ്ങിലുള്ള ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇതാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ. ഇനി ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ TRS മീൻസ് ട്രാക്ഷൻ സിസ്റ്റം. ഈ OHE ആയി ബന്ധപ്പെട്ട് OHE മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ OHEയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ടെക്നീഷ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ OHEയിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഇപ്പോൾ KSEB നമ്മുടെ ലൈനിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അവർ പോയി ഇൻസ്പെക്ട് ചെയ്യുന്ന പോലെ ഇതിന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടീം ഉണ്ടാവും. ആ ടീമിലുള്ള ടെക്നീഷ്യനാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ TRS ട്രാക്ഷൻ സിസ്റ്റം എന്ന് പറയും. ഇനി 10ാമത്തെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 EMU ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ആണ് EMU. ഈ EMU ആയി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. EMU ലോക്കോയും അല്ലെങ്കിൽ കോച്ചുമായും സെപ്പറേറ്റ് ആണ് അതിന്റെ സിസ്റ്റം ഓഫ് വർക്കിംഗ്. അപ്പോൾ അതിന്റെ ടെക്നീഷ്യനാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 EMU എന്ന് പറയുന്നത്. അതിനും ഇലക്ട്രിക്കൽ ട്രേഡ് ആണ്. ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഫിറ്റർ ഷെഡിൽ വരാം, അതേപോലെ തന്നെ വർക്ക്ഷോപ്പുകളിൽ വരാം. ഇവിടെയൊക്കെ ഫിറ്റർ വന്നേക്കാം. ഇനി പെർമനന്റ് വേ ഗ്രേഡ് 3 പെർമനന്റ് വേ എന്ന് പറയുന്നത് റെയിൽവേയിലെ ട്രാക്കുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് പെർമനന്റ് വേ എന്ന് പറയുന്നത്. റെയിൽവേയിലെ പെർമനന്റ് വേ ആണത്, ഫിക്സഡ് വേ ആണ്, അതുകൊണ്ടാണ് പെർമനന്റ് വേ. അതായത് ട്രാക്കുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യൻ. ഇപ്പൊ ട്രാക്കിലെ റെയിൽ, സ്ലീപ്പർ, അതേപോലെ തന്നെ ഈ നമ്മുടെ മെറ്റലിക് കുഷ്യൻ, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യന്, ഇതുമായി അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഏത് ടെക്നീഷ്യൻ ആയാലും അതിന്റെ മെയിൻ്റെനൻസും റിപ്പയറും ടെസ്റ്റിങ്ങും ഒക്കെയാണ് ചെയ്യുക. അപ്പോൾ പെർമനന്റ് വേ റെയിലുമായി ബന്ധപ്പെട്ട മേഖലയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പെർമനന്റ് വേ എന്ന് പറയുന്നത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷൻ R&AC ട്രെയിനകത്തുള്ള AC കോച്ചുകളിലെ ഒരു ടെക്നീഷ്യൻ വരും. ഏത് ട്രെയിനകത്തായാലും അതിനകത്തൊരു ടെക്നീഷ്യൻ ഉണ്ടാവും, RAC ടെക്നീഷ്യൻ. RAC ടെക്നീഷ്യനാണ് അതിന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത്. അത് കോച്ചുകളിൽ മാത്രമല്ല, നോർമലി ജനറൽ ഇലക്ട്രിക്കലിന്റെ കേസിലാണ് മറ്റ് ബിൽഡിങ്ങുകളൊക്കെ വരുന്നെങ്കിൽ കൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിലും പോസ്റ്റിംഗ് കിട്ടിയേക്കാം. പക്ഷെ കൂടുതലായിട്ടും ഇത് ട്രെയിനിലെ മൂവബിൾ ട്രെയിനകത്തുള്ള കോച്ചിലുള്ള AC കോച്ചിലുള്ള ടെക്നീഷ്യനാണ്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 റിവെറ്റർ വരുന്ന ഒന്നെങ്കിൽ ഷെഡിലായിരിക്കാം അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലായിരിക്കാം. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 SNT. നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 പറഞ്ഞിരുന്നു SNT. അതേപോലെ തന്നെ അവിടുത്തെ അതിൽ അണ്ടറിൽ വരുന്ന ആളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 SNT. SNTയിലെ ഗ്രേഡ് 3 ടെക്നീഷ്യൻ ഉണ്ട്, ഗ്രേഡ് 1 ടെക്നീഷ്യൻ ഉണ്ട്. രണ്ടും SNT ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. സിഗ്നലും ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം സിഗ്നലിൽ മാത്രമല്ല റെയിൽവേയുടെ കമ്മ്യൂണിക്കേഷൻസ് നോക്കുന്നത് അതേ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. റെയിൽവേയുടേതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. ആ റെയിൽവേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് നോക്കുന്നത് SNT ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ ട്രാക്ക് മെഷീൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ട്രെയിനിൽ ഒരു കണ്ടിട്ടുണ്ടാവും. ഈ ട്രാക്ക് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൽവേയുടെ ട്രാക്കുകളിലുള്ള മെയിൻ്റനൻസ് എടുക്കുന്ന മെഷീനാണ് ട്രാക്ക് മെഷീൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ട്രാക്ക് മെഷീനുകളുണ്ട്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രാക്ക് മെഷീൻ എന്ന് പറഞ്ഞാൽ ആ ട്രാക്ക് മെഷീൻ്റെ ഓപ്പറേറ്ററാണ് നോർമലായിട്ട്. അപ്പോൾ ക്രെയിൻ അടക്കം വരുന്നതുണ്ടാവും. അതേപോലെ തന്നെ ഈ റെയിൽവേയുടെ അലൈൻമെന്റ് ചെയ്യുന്ന ഇതുണ്ടാവും. അതേപോലെ നമ്മുടെ റെയിൽവേയുടെ ഇത് ചെയ്യല്ലോ, നമ്മൾ ബെർത്തിങ് ചെയ്യുന്ന ആ മെറ്റൽ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ക് മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഈ ട്രാക്കിലെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട മെഷീൻസിന്റെ ഓപ്പറേറ്ററാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രാക്ക് മെഷീൻ എന്ന് പറയും. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ടർണർ എന്ന് പറയുന്നത് ഷെഡിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ ആയിരിക്കും ഉണ്ടാവുക. വെൽഡർ എന്ന് പറയുന്നത് ഷെഡിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ ആയിരിക്കും ഉണ്ടാവുക. ഈ വെൽഡർ പോസ്റ്റ് പെർമനന്റ് വേയിലും ഒരുപക്ഷെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടാം PV ഡിപ്പാർട്ട്മെന്റിൽ. കാരണം ട്രെയിനിന്റെ ഇതിന് വേണ്ടിയിട്ട്, റെയിലിന്റെ വെൽഡിങ്ങിന് വേണ്ടിയിട്ട്.
അപ്പൊ ഇത്രയും 18 പോസ്റ്റുകളാണ് റെയിൽവേ ഇപ്പോൾ ഈ ടെക്നീഷ്യൻ കാറ്റഗറിയിൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 18 പോസ്റ്റുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആസ് പെർ ഏത് ഓർഡറിലാണോ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ളത്, ആ പ്രിഫറൻസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എക്സാമിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളോട് ചോദിച്ചേക്കാം ആ ഓർഡറിലാണ് കൊടുക്കേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നിങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു 18 പോസ്റ്റുകളിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് നല്ല പോസ്റ്റുകൾ എന്ന് തോന്നുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയി തോന്നുന്നത് വെച്ചാൽ ആ ഓർഡറിൽ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ എല്ലാ പോസ്റ്റും നിങ്ങൾക്ക് ഒരുപക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അതിനകത്ത് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അതനുസരിച്ചുള്ള ഒരു പ്രിഫറൻസ് ഓർഡർ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും. റെഡി. അപ്പോൾ ഇത്രയും 18 പോസ്റ്റുകളാണുള്ളത്. ഈ 18 പോസ്റ്റുകളിലേക്ക് പല വേക്കൻസികളുണ്ട്. അഹമ്മദാബാദ്, അജ്മീർ, ഇങ്ങനെ പല വേക്കൻസികളുണ്ട്. ഞാൻ നമ്മുടെ സൗത്ത് റീജിയനിലുള്ള മാത്രം വേക്കൻസികളൊന്ന് ഫോക്കസ് ചെയ്യാം. ബാംഗ്ലൂർ RRBയിൽ വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് മൊത്തം വേക്കൻസി 142 വേക്കൻസിയാണ് മൊത്തം ബാംഗ്ലൂർ RRBയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് വേക്കൻസിയെ വരുന്നുള്ളൂ. നേരെ തൊട്ട് മുകളിൽ കിടക്കുന്ന അജ്മീർ 500 വേക്കൻസി ഉണ്ട്. ഇനി 142 വേക്കൻസിയാണ് ബാംഗ്ലൂരിലുള്ളത്. ബാംഗ്ലൂരിൽ ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂരിന് RRBക്ക് കീഴിൽ ഹുബ്ലിയിൽ ഒരു ഷെഡ് ഉണ്ട്, ലോക്കോ ഷെഡ് ഉണ്ട്. ബാംഗ്ലൂരിൽ ലോക്കോ ഷെഡ് ഉണ്ട്. ഹുബ്ലിയിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ വീൽ ഫാക്ടറി ഉണ്ട്. അങ്ങനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇനിയും ഒരു ലോക്കോ ഷെഡ് കൂടെ ബാംഗ്ലൂർ സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്ക് കീഴിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേക്കൻസികളുടെ എണ്ണം കൂടുന്നതായിരിക്കും, കുറയില്ല. 142 വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി ഭുവനേശ്വർ, ബിലാസ്പൂർ, ഞാൻ സൗത്ത് മാത്രം പറയുന്നു. ചെന്നൈ മൊത്തം വേക്കൻസി എന്ന് പറയുന്നത് 833 കുറച്ച് കൂടുതൽ വേക്കൻസി ബാംഗ്ലൂരിനേക്കാളും കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെന്നൈയിലുണ്ട്. കാരണം ചെന്നൈയിൽ കുറച്ചും കൂടെ കോച്ച് ഫാക്ടറി ഉണ്ട്, ഷെഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വലിയ കുറച്ചും കൂടെ ഏരിയ കുറച്ച് വേക്കൻസിയും അതേപോലെ തന്നെ അതിനുള്ള റിസോഴ്സുകളും കുറച്ച് കൂടുതൽ ചെന്നൈയിലുള്ളത് കൊണ്ടാണ് ആയിരിക്കാം. അപ്പോൾ ഇതാണ് ചെന്നൈയുടെ കേസ്. 833 വേക്കൻസി ചെന്നൈയിലുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തിരുവനന്തപുരം ഡിവിഷനാണ്. ഞാൻ മുംബൈ ഡിവിഷനും കൂടെ മുംബൈ RRB കൂടെ പറയുന്നു. മുംബൈ RRB വളരെ നല്ല വേക്കൻസി ഉണ്ടാവുന്ന ഒരു RRB ആണ്. 1284 വേക്കൻസി മുംബൈ RRBക്ക് കീഴിലുണ്ട്. ഇനി നമ്മൾ തിരുവനന്തപുരം RRB നോക്കുക. സെക്കന്ദരാബാദും കൂടെ പറയാം. ആന്ധ്രാപ്രദേശിലെ സെക്കന്ദരാബാദ് 744 വേക്കൻസി സെക്കന്ദരാബാദിലുണ്ട്. തിരുവനന്തപുരം RRBയിലേക്ക് വരുന്ന സമയത്ത് തിരുവനന്തപുരം RRB അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. 1092 വേക്കൻസി തിരുവനന്തപുരം RRBയിലുണ്ട്. 1092 വേക്കൻസി തിരുവനന്തപുരം RRBയിലുണ്ട്. തിരുവനന്തപുരം 278 വേക്കൻസിയാണ്. ഇത് ടോട്ടൽ RRB വേക്കൻസി. 278 വേക്കൻസിയാണ് RRB തിരുവനന്തപുരത്തുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 RRB തിരുവനന്തപുരം ടോട്ടൽ 278 വേക്കൻസിയാണ് തിരുവനന്തപുരം RRBയിലുള്ളത്. പക്ഷേ നമുക്ക് ഒരു അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള RRB എന്ന് പറയുന്നത് ഒന്ന് മുംബൈ RRBയും അതേപോലെ തന്നെ ചെന്നൈ RRB ആണ് അടുത്ത RRBയിൽ. അതേപോലെ സെക്കന്ദരാബാദ് RRB. ബാംഗ്ലൂരും തിരുവനന്തപുരം വേക്കൻസി ഇത്തവണ വളരെ കുറച്ച് കുറവാണ്. അപ്പോൾ ഇത്രയാണ് വേക്കൻസി. ഏത് RRB വേണം എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. അത് ഞാൻ നിങ്ങളടുത്ത് കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. ഏത് RRB വേണം എന്നുള്ളത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ആ ചൂസ് ചെയ്ത RRBയിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരിക. അവിടെ നിന്നുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഗ്രൗണ്ടിലെ ട്രാൻസ്ഫർ വരാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് പകരം ഒരാൾ, നിങ്ങൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അവിടെ നിന്ന് ഒരാൾ പകരം തിരിച്ചു വരണം. അതിന് കുറച്ച് ലോസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ലൊരു ട്രാൻസ്ഫർ മെത്തേഡാണ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് നോർമലി റിക്വസ്റ്റ് ട്രാൻസ്ഫർ ഇടണമെന്നുണ്ടെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം സർവീസ് കഴിഞ്ഞേ പറ്റും. 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തെ സർവീസ് കഴിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കാലഘട്ടം നിങ്ങൾ അവിടെ വർക്ക് ചെയ്യണം. ഇത്രയും കാലത്തിൽ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രൊമോഷനെ കിട്ടി നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ റിക്വസ്റ്റ് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടാവുക. ആ ട്രാൻസ്ഫർ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് നമ്മൾ എങ്ങോട്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇനീഷ്യൽ അപ്പോയിൻമെന്റ് പോലെയാണ് ഉണ്ടാവുക. നിങ്ങളുടെ സീനിയോറിറ്റി എല്ലാം താഴെ പോവും. പക്ഷെ നിങ്ങൾക്ക് ബേസിക് പേയും സാലറി എല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. സാലറി എപ്പോഴും ലാസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങളുടെ സീനിയോറിറ്റി വീണ്ടും തിരിച്ച് നിങ്ങൾ എപ്പോഴും ജോയിൻ ചെയ്ത സമയത്ത് വന്ന പോലെ തിരിച്ച് ലോവർ ലെവലിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് RRB എവിടെ വേണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി വാക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് RRB ചൂസ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങൾക്ക് ഏത് RRB വേണോ അത് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് ആ RRBയിൽ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം.
മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് മേലെ പോയി കുറച്ചും കൂടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അത് അവിടെ ഈസി ആയിട്ട് അപ്പോയിൻമെന്റ് കിട്ടും, ആ അപ്പോയിൻമെന്റ് കിട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഏത് RRB നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റുകൾ പിന്നീട് അങ്ങോട്ട് ഉണ്ടാവും. ട്രാൻസ്ഫർ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നിങ്ങളുടെ സീനിയോറിറ്റിക്ക് വ്യത്യാസങ്ങൾ വരും. റെയിൽവേയിൽ സീനിയോറിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ഓരോ തരം പോസ്റ്റുകളെ പറ്റിയാണ്, ബാക്കിയുള്ളതെല്ലാം നോർമൽ പ്രൊസീജിയറാണ്, വേറെ കാര്യങ്ങളൊന്നും പുതുതായിട്ട് പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇനി ആ പറഞ്ഞ 18 പോസ്റ്റുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും എക്സ്ട്രാ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. 9778139987 ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നന്നായിട്ട് ടെക്നീഷ്യന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എക്സാം വളരെ പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടായിരിക്കും, വളരെ പെട്ടെന്ന് റിക്രൂട്ട്മെന്റുകൾ നടക്കും. റെയിൽവേയുടെ റിക്രൂട്ട്മെന്റുകൾ 1 വർഷം 1.5 വർഷത്തിനുള്ളിൽ അപ്പോയിൻമെന്റ് ഓർഡർ കൈ കിട്ടും, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.